ആരാണ് ഫ്രണ്ടിൽ ആരാണ്? ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ പേരെന്താണ്? ചേച്ചിയുടെ പേരെന്താണ്? സോന. സോന ചേച്ചി. അതിന് പിന്നിൽ ആരാണുള്ളത്? സെൽമ അല്ലേ? അതിന് തൊട്ട് ബാക്കിൽ ആരാണ്? കെട്ടിയിട്ടില്ല. ഈ രണ്ടുപേരേ ഉള്ളോ? ഷമീലെ? 4 പേരുണ്ട് അല്ലേ? 4 പേരും കെട്ടിയിട്ടുണ്ടോ? എന്നാ ഓക്കെ, നിങ്ങൾ പിടിച്ചോളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഈ സോന ചേച്ചിയുടെ തൊട്ട് ബാക്കിൽ പിടിച്ചോളൂ. സോന ചേച്ചിയുടെ തൊട്ട് പുറകിൽ ഷോൾഡർ ഉണ്ടല്ലോ. സെൽമദാത്ത ഷോൾഡറിൽ പിടിച്ചോളൂ. സെൽമദാത്തയുടെ ബാക്കിൽ ആരായിരുന്നു? സെൽമദാത്ത ബാക്കിൽ ആര് പേരെന്താണ്? നിങ്ങൾ ഉത്തരം പറയും. സിനാൻ തോളിൽ പിടിച്ചില്ലേ? അതുപോലെ അതിന്റെ ബാക്കിലുള്ള ആൾ പിടിച്ചല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഒരുപാട് ഭിന്നശേഷിക്കാരെ കണ്ടിട്ടുണ്ടാവും അല്ലേ സോന ചേച്ചി? നിങ്ങൾ ഒരുപാട് ഭിന്നശേഷിക്കാരെ കണ്ടിട്ടുണ്ടാവും. അതിൽ കണ്ണ് കാണാത്ത ആളുകളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി തരികയാണ് എന്ത് ചെയ്യുന്നത് ഈ സ്റ്റാളിന്റെ ലക്ഷ്യം. ഓക്കെ, മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? നിങ്ങളെല്ലാവരും പ്രതികരിക്കണം. കാരണം എന്താ അറിയോ, ഇപ്പൊ കണ്ണ് കാണാത്ത ഒരാളോട് നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആൾ മുണ്ടാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കൂലേ? ഇല്ലേ? ഞാൻ ഉറക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അലോസരത തോന്നുന്നില്ലേ? നിങ്ങളോട് ഞാൻ മുണ്ടാതെ ഇപ്പോൾ ഇവിടെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി ഇവിടെ അങ്ങ് നിർത്തിയിട്ട് ഇപ്പോൾ ഈ സോന ചേച്ചി ഞാൻ നിർത്തിയിട്ടേ അങ്ങോട്ട് പോയി. സോന ചേച്ചിക്ക് എന്താ തോന്നുക? അയ്യോ എന്താ അയാൾ എന്നോട് ഇതാക്കി, അയാൾക്ക് എന്താ പറ്റിയാണോ എന്ന് ചിന്ത ഉണ്ടാവില്ലേ? ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സംഗതി എന്താണ്, കാഴ്ചയുള്ള ആൾക്കാരുണ്ടല്ലോ, കാണാത്ത ആൾക്കാരോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. ഉറക്കെ സംസാരിക്കുക. ഞാൻ ഇപ്പോൾ പതുക്കെ സംസാരിച്ച് നിങ്ങൾക്ക് കേൾക്കണില്ലേ? ഇല്ലേ? ചുറ്റുള്ള സൗണ്ടൊക്കെ കേൾക്കണില്ലേ? പക്ഷെ കണ്ണ് കാണാത്ത ആൾക്കാർ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അനുഭവിക്കാത്ത ലോകമൊക്കെ നിങ്ങൾക്ക് എന്തേക്കാരം? സങ്കല്പേക്കാരം ഇല്ലേ? കണ്ണാണത്ത ആൾക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേ, ഇങ്ങനെയൊക്കെ ഇതാക്കണേ. അപ്പോൾ നമ്മൾ പോകുന്നത് കാഴ്ച ഇല്ലാത്തവരുടെ ലോകത്തേക്കാണ്. അവർ എങ്ങനെയാണ് ഒരു ടൗണിൽ ചെന്നാൽ, അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ, അതല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറി മാർക്കറ്റിൽ ചെന്നാൽ, ഉത്സവ പറമ്പിൽ ചെന്നാൽ, ഒരു ഫോറസ്റ്റിൽ, പിന്നെ പ്രകൃതിയെ അടുത്തറിയുമ്പോഴൊക്കെ അങ്ങനെയാണ് അവർ കാണുന്നത്, അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് നിങ്ങൾക്കും കൂടി അനുഭവിപ്പിക്കുക. അതാണ് നമ്മുടെ ഈ ഒരു ഉദ്യമത്തിൻ്റെ ലക്ഷ്യം. മനസ്സിലായല്ലോ അല്ലേ? അല്ല, ഇത് ആദ്യം 4 ആൾക്കാർ മതി. കാരണം ഇത് നേരത്തെ തന്നെ നമുക്ക് 2 പേർക്ക് സെൽമദാത്തി എന്നാൽ സോന ചേച്ചി പോരി അല്ലേ? എന്നാ ബാക്കിയുള്ള അടുത്ത ആൾക്കാർ സായി കുടിക്കൂലേ? ഓക്കെ, എന്നാ പോലെ. അപ്പൊ സോന ചേച്ചിന്റെ ബാക്കിലുള്ള സിനാൻ മൂപ്പരൊന്ന് കൈ വിട്ടോളിട്ടോ. നിങ്ങള് സോന ചേച്ചി അതുപോലെ സെൽമദാത്ത വരും. അത് ഇങ്ങോട്ട് വരും. ഞാൻ പറയുന്നത് ഞാൻ ഇവിടുന്ന് കുറച്ചുകൂടി തരാണ്ട് നിങ്ങൾക്ക്. എന്താ വെച്ചാലേ അവിടേക്ക് സോന ചേച്ചി അതുപോലെ സെൽമദാത്ത, നമ്മളിപ്പോൾ ഒരു കണ്ണാണത്ര ആളെ കുടിക്കുമ്പോൾ ഞാൻ നേരെ മറിച്ചിപ്പോൾ നിങ്ങളങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നമ്മൾ നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ കണ്ണ് കാണാത്ത ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും കാണുന്ന ആളുടെ വലത് കൈയിന്റെ മുട്ട് കൈയിലാണ് എന്ത് ചെയ്യേണ്ടത്? പിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. അപ്പോൾ സെൽമത്താത്ത എന്ത് ചെയ്യണം? ഈ സോനത്താത്താന്റെ ഷോൾഡറിലാണ് പിടിക്കേണ്ടത്. ഒരു കൈ കൊണ്ട് പിടിച്ചാൽ മതി സോനത്താത്ത. ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കയറുമ്പോഴൊക്കെ നിങ്ങൾ അതുപോലെ കയറാനും ഇറങ്ങാനും കഴിയും. പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ കണ്ണാണാതെ ഇതിന്റെ ഉള്ളിൽ കൂടി പോണത്. ഞാൻ കണ്ണാണാതെ 28 വർഷമായി പോണത്. ഇതുവരെ ഞാൻ മുട്ടുകാൽമൊന്നും പറ്റാതെ ജീവിക്കണേ. പേടിക്കണ്ട. ഇന്നലെ മിഞ്ഞാതൊക്കെ ആയിട്ട് നിങ്ങളെ പോലത്തെ അതാ കണ്ടോ? ഇപ്പൊ എന്താ കേൾക്കണേ? സെൽമദാത്താക്ക് എന്താ കേൾക്കണേ? അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണ്. വനിതകളെ ഏറ്റവും കൂടുതൽ കേൾക്കണ വാക്കാണ് ആദായ വിൽപ്പന, ഇല്ലേ? നിങ്ങളെ വലതുവശത്തെ ഒരു ഉത്സവപ്പറമ്പാണ്. അവിടെ ശിങ്കാരിമേളം ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൊട്ടിപ്പുറത്ത് ഒരു കച്ചവട സ്ഥലം ഉണ്ട് താത്ത. സോന ചേച്ചി, ഒരു കച്ചവട സ്ഥലം ഉണ്ട്. പേടിക്കണ്ട. നിങ്ങളെ കൈകള് അടുക്കും. ഇതാ നിങ്ങളെ കൈകള് ഒന്ന് ഇങ്ങോട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കൂ. സെൽമദാത്ത കണ്ടോ? ഇതെന്താണ്? ഒരു കച്ചവട സ്ഥലമാണ്. പാവക്കുട്ടികള് വിസിലൊക്കെ വെക്കുന്ന ഒരു കടയാണ്. മനസ്സിലായല്ലോ? ഇത് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? സെൽമദാത്ത പിടിച്ചിട്ടില്ലേ? നിങ്ങൾ തൊട്ടോക്കില്ലേ താത്ത? എന്താണ് ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടോ? എവിടുന്നാണ് പോണത്? ഇടത് വശത്ത് നിന്ന് നമ്മുടെ മുന്നിലൂടെ നമ്മുടെ മുന്നിലൂടെ എന്ത് ചെയ്തു? ഒരു ട്രെയിൻ അങ്ങോട്ട് കടന്നുപോയി അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ട്രെയിൻ കടന്നു പോകുമ്പോൾ എന്തുണ്ടാവും? ട്രെയിൻ കടന്നു പോകുമ്പോൾ എന്തുണ്ടാവും? അവിടെ പാളുണ്ടാവില്ലേ? പാളല്ലാതെ ട്രെയിൻ കടന്നു പോകില്ലല്ലോ. നിങ്ങളിപ്പോ ഈ സമയത്ത് നിങ്ങൾക്ക് ചിന്തിക്കാനൊന്നും കഴിയണില്ലല്ലോ. നിങ്ങൾക്ക് എന്താണ്
എങ്ങനെയെങ്കിലും ഒന്ന് അപ്പുറത്ത് എത്തി കിട്ടിയാൽ മതി സുബാനുള്ള കണ്ണ് നയിച്ചാൽ മതി എന്നുള്ള ചിന്തക്കാരം ഇത് നമ്മള് പാളം കടന്നു പോവാണ്. ആ താത്ത നമ്മളെ സെഷനിലേക്ക് എത്തിക്കണു. അടുത്ത സെഷനാണ്. ഞാനൊരു സാധനങ്ങളൊക്കെ കയറാം. എന്താന്ന് പറയണേ? ഇതെന്താണ്? ആ അതാ ഇതെന്താണ് നിങ്ങൾ പറയും. ആഹാ ഇതെന്താണ്? ഇത് മാർക്കറ്റാണ്. ഇതെന്താണ്? തക്കാളി. അടുക്കളയിലാണതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഉഷാറായിക്കോളി. ഇതെന്താണ്? ആ ഓറഞ്ച്. ആ നിങ്ങൾക്ക് ഇനി അടുത്ത ടാസ്ക് തരാം. നിങ്ങൾ തക്കാളി വെച്ചില്ലേ? കൊടുത്തില്ല. മാർക്കറ്റ് ആൾക്കാരെ കൊടുക്കിട്ടോ. നമ്മൾ എടുത്തിട്ടില്ല, വാങ്ങിയിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല. ആ പോലെ നമ്മൾ പോകുന്നത് പ്രകൃതിയെ അടുത്തറിയാനാണ്. വരും അല്ല നിങ്ങൾ പിടിച്ചോളൂ. നിങ്ങൾ ഒരിക്കലും എൻ്റെ കണ്ണ് പിടിക്കരുത്. കണ്ണ് ഇല്ലാന്ന് വിചാരിച്ച് പേടിക്കണ്ട. എന്താന്ന് വെച്ചാല് ഞാൻ ഒരു കൈ കൊണ്ട് പിടിച്ചാൽ മതി. കാരണം എന്താ ഈ കൈ ഞാൻ സുരക്ഷിതാണ്. വരൂ ടോളി. നമ്മൾ കാട്ടിലേക്കാണ് കയറുന്നത്. സൽമത്താത്ത കാട്ടിക്കാണ്. സൂക്ഷിച്ചോളി. അമ്മേ പേടിക്കണ്ട. ഏതായാലും ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇത് കണക്ഷീനാണെന്നുള്ളത്. അതൊന്നുമില്ല. വരും. അതൊരു കൊരങ്ങല്. പേടിക്കണം പേടിക്കണം. വേണ്ടില്ലേന്ന് നിങ്ങൾ പറയാം. വരൂട്ടോളി. നിങ്ങളെന്താ അവിടെ തപ്പണേ? ഇനി എന്തായോ കണ്ണ് കൈക്കല്ലി ഇട്ടോളി. കൈക്കല്ലി. ഞങ്ങളോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഞങ്ങൾ കൈക്കൊക്കെ ഒരു സാധനം തരാം. സോന ചേച്ചിക്ക് ആദ്യം തരാം. സോന ചേച്ചി കിട്ടിയാ മുണ്ടരുത്. ഇതാ ആ പുറത്തെത്തി കൈക്കല്ലി. എന്താണ്? സ്വൽപ്പത്താത്തന്റെ കയ്യരി ഇവിടെ നിങ്ങളെ കൈ കൊണ്ട് നീട്ടിക്കോളി. ഇവിടെ അല്ല അത് കാണിച്ചരാ. എന്താണത്? എന്താണെന്നറിയോ? നിങ്ങളെ കണ്ണ് തുറക്കേ. ഞാൻ തുറക്കട്ടെ? ആ കണ്ണ് തുറന്നോളി. ഇതൊരു എട്ടുകാലി. കണ്ണ് കാണുന്ന സമയത്താണ് നിങ്ങൾ ഇത് പിടിക്കോ? ഇല്ല. കണ്ണ് കാണാത്ത അവസ്ഥ ചിന്തിച്ചു നോക്കി. ഇത് തേളാട്ടോ. തേളാണ്, എട്ടുകാലിയല്ല. എക്സ്പീരിയൻസ് ആണ് അത് ചെയ്തത്. അത് നമ്മൾ ഓരോരുത്തരും വന്ന് ചെയ്യുക തന്നെ വേണം. എല്ലാ കാര്യങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ എന്താന്ന് വെച്ചാലേ ഒരു കണ്ണ് കാണാത്ത ഒരാളെ കാണുമ്പോഴേ ബാക്കിലുള്ള ആൾക്കാര് കണ്ണ് കാണാത്ത ആൾക്കാരെ ഇത്ര ടൈറ്റ് ആക്കി ചേച്ചിക്ക് എന്താ തീരെ കുറച്ച് കാണണല്ലോ. ഈ ബോർഡ് എന്താ ചേച്ചി? എന്താ വായിച്ചാണ് ചേച്ചി നിങ്ങളെ പേരെന്താണ്? ഷംന. ആ ഇതെന്തൊന്നും കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? ഞാൻ ഒന്നും കാണില്ല. ഞാനെന്തിനു കള്ളം പറയണം? ക്രിസ്റ്റി വളണ്ടിയർ അല്ലേ ഇവിടുത്തെ? കാണുന്നുണ്ടോ എന്തെങ്കിലും? ഒന്നും കാണില്ല. ക്രിസ്റ്റി ഇപ്പൊ കാര്യങ്ങൾ അറിയാം. ക്രിസ്റ്റി എന്നാലും ഞാൻ കഥ അറിഞ്ഞ ആട്ടാടുന്ന പോലെയാണ്. എന്നാലും അതിന്റെ തൊട്ട് ബാക്കിലാരാണ്? രണ്ടാളുള്ളൂ. ഓക്കെ എന്നാ പോരി. ശൈലേജ് കൊണ്ടോണ്ടാണോ? ഉള്ളിൽ പോയി. ആരുമില്ല ഇവിടെ? പോരി. ചേച്ചിയാ എന്താന്ന് വെച്ചാല് പേടി, ഭയങ്കര പേടിയായി. എല്ലാം കൂടെ ഒരു കോലാഹലം പോലെ, ഒരു പേടിപ്പെടുത്തുന്ന പോലെയാവുന്നു. സൊസൈറ്റി എന്തോ നമ്മളെ പേടിപ്പിക്കുന്ന പോലെ തോന്നുക. ശബ്ദം കൂടുതലായിട്ട് ഭയങ്കര ഇറിറ്റേഷനായി തോന്നി. അതെ 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 എനിക്ക് ഭയങ്കര എനിക്കത് പറഞ്ഞറിയിക്കാനാവുന്നില്ല. ഞാനിത് ബ്ലൈൻഡായിട്ട് എനിക്ക് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവാത്തതിൻ്റെ കൂടെ ഞാൻ നിസ്സഹായാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ ഒരാളെ ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് ഞാൻ കാണില്ല. എന്താണെന്ന് കാണുന്നില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു വിഷമം. പിന്നെ ഈ മാർക്കറ്റിൽ പോയപ്പോഴുള്ള ശബ്ദം, ട്രെയിന് കിടക്കാൻ പറ്റാത്ത വിഷമം,
മീൻസ് നമ്മളൊരു റെയിലിലൂടെയാണ്, പെട്ടെന്ന് എന്തെങ്കിലും വരുമോ ഇതാക്കോ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ കാണാത്ത നമ്മൾ സൗണ്ട് കേട്ടിട്ടാണ് പ്രതികരിക്കുന്നത്. പക്ഷെ ആ സൗണ്ട് പോലും പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് സൗണ്ടിൽ ഉണ്ടായാൽ പോലും കണ്ടിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങളും അത് തന്നെയല്ലേ? മനസ്സിലാവുന്നില്ല. നമുക്കത് ശീലമില്ലാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാവുന്നേ ഇല്ല. എനിക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ആയിരുന്നു. എനിക്ക് ട്രെയിൻ വരാൻ പോവാണോ എന്താണെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു വെച്ചിട്ട്. ട്രെയിൻ വരാൻ പോവാണോ എന്താണെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ കാട്ടിലോട്ട് എത്തിയപ്പോഴും ഓരോരോ ആ ഒരു തലക്കൂടെ അതൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് സാധാരണ നോക്കി കൈ കൊണ്ട് നമുക്ക് അതുകൊണ്ടൊന്ന് മാറ്റാനൊന്നും പറ്റില്ല. എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റണില്ല. നമുക്ക് സ്ഥലം തപ്പി അതും എല്ലാം കൂടി മാറ്റി രണ്ടും കൂടി ഒരുമിച്ച് നടക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. എന്നെ സംബന്ധിച്ച് നമ്മൾ കാഴ്ചയില്ലെങ്കിൽ വലിയ കഷ്ടമാണ്. ശരിക്കും വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം. നമ്മളവരെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്നാണ് ഇനി നോക്കേണ്ടത്. കാരണം കാഴ്ചയുള്ള നമ്മളിപ്പോൾ കാഴ്ചയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയാൽ ഇതാണ് നമ്മുടെ അവസ്ഥ എന്നാ കാണാൻ പറ്റുന്നത്. ഒന്നും നമുക്ക് കാണുന്നില്ല. നമ്മൾ ഫുൾ കളർഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് വെറും ബ്ലൈൻഡ് ആയിട്ട് പോവുകയാണ്. വെറും ഇരുട്, ഒന്നും കാണാനാവുന്നില്ല. എല്ലാ വൈകല്യങ്ങളും ഒരുപോലെയാണെങ്കിലും ഈ വൈകല്യം ശരിക്കും നമ്മളൊന്നും അല്ലാതെ ആയിപ്പോകുന്ന ഒരു അവസ്ഥ തോന്നുകയാണ്. ഒരു നിസ്സഹായ അവസ്ഥ. നോക്കൂ, നമ്മുടെ കൂടെ ഡോക്ടർ റോഷൻ ഡിഗ്ലി സാറാണ് കൂടെ ഉള്ളത്. നമ്മുടെ ഇതിൻ്റെ അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ റോഷൻ ഡിഗ്ലി സാർ നമ്മുടെ കൂടെ ഉണ്ട്. സർ, ഈ കണ്ണ് കെട്ടിയിട്ട് 1 മിനിറ്റ് പോലും നമുക്ക് സമയം തന്നില്ല. അപ്പോഴേക്കും നമുക്കുണ്ടായില്ല ആ ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ സർ, അത് പബ്ലിക്കിന് വേണ്ടി പറഞ്ഞു കൊടുക്കാൻ. എന്നും കണ്ണ് കാണാതെ നടക്കുന്ന ആളുകളുടെ അവസ്ഥ നമുക്ക് 1 മിനിറ്റ് കൊണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കിട്ടാൻ ഒരു കാരണമാവും സർ. ഞാനിതൊന്ന് അഴിച്ചോട്ടെ സർ? തീർച്ചയായും അഴിച്ചോട്ടെ. എങ്ങനെയുണ്ടായിരുന്നു സാർ കാട്ടിലൂടെ കയറിയപ്പോൾ സാറിൻ്റെ ഒരു അനുഭവം? കാട്ടിലൂടെ എന്നല്ല, ഇതിലേക്ക് കയറിയപ്പോൾ തന്നെ ശരിക്കും ഞാൻ ഈ മേഖലയിൽ 10-20 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എക്സ്ക്ലൂസീവ്ലി. അപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊക്കെ ഉള്ളൊരു ഇപ്പം ഞാൻ പറയും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ പറയുന്നു. കാരണം ഞാനിപ്പോൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് സത്യത്തിലുണ്ടല്ലോ നമ്മളെ എമ്പതി എന്നുള്ളൊരു വാക്ക് നമ്മൾ പറയുമല്ലോ, മറ്റൊരാളുടെ ഷൂവിൽ ഇറങ്ങി നിൽക്കുമ്പോൾ മാത്രമാണ് അതിലെ പൊടിയും ചരലും നമുക്ക് അനുഭവിക്കാനാവുക. അത് സത്യത്തിൽ ആ വാക്കിന്റെ അർത്ഥം കൂടി ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ശബ്ദത്തിലൂടെയും ടച്ചിങ്സിലൂടെയും അതുപോലെ തന്നെ തൊട്ടു നോക്കിയും സ്മെല്ലിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ല ദൈവീക ശക്തിയൊന്നും അവർക്കില്ല. പലരും വിചാരിക്കുന്നത് ഒരു കാഴ്ചയില്ലാത്തതുകൊണ്ട് ദൈവീക ശക്തിയുണ്ട്, അവർ അത് പെട്ടെന്ന് ആളെ തൊട്ട് മനസ്സിലാക്കുന്നത്, ശബ്ദം കേട്ട് മനസ്സിലാക്കുന്നതല്ല. നമ്മൾ ആ ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവരുടെ സാഹചര്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് വന്ന പലരും കരഞ്ഞിട്ടാണ് പോയത്. കാരണം പല ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും കാഴ്ചയില്ലാത്തവരെ മറ്റ് ഭിന്നശേഷിക്കാരെ അംഗീകരിക്കുന്നതിന് പോലും സമൂഹം തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അവരൊരു വരുത്തരായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഞാൻ കണ്ണ് കെട്ടിയപ്പോൾ തന്നെ ഞാൻ നിസ്സഹായനായി പോയി. പിന്നെ നിങ്ങൾ പറയുന്ന ഇതിനനുസരിച്ച് നടക്കാന്നല്ലാതെ എനിക്ക് സാധിക്കാത്ത രീതിയിൽ ഇത് തീർച്ചയായിട്ടും എല്ലാവരും അനുഭവിക്കണം, എക്സ്പീരിയൻസ് ചെയ്യണം. പക്ഷേ എന്തായാലും ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ഇതുപോലെയുള്ള ആളുകൾ അനുഭവിക്കണമെങ്കിൽ ഒന്ന് ഇവിടെ വരൂ, നാളെയെങ്കിലും വരും. തീർച്ചയായിട്ടും ഇത് പഠിക്കും. തീർച്ചയായിട്ടും ഞാൻ പറയും KDF-ന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് അറിയുള്ളൂ. വലിയൊരു അനുഭവമായിട്ട് ജീവിതത്തിലെ വലിയൊരു അനുഭവമായിട്ട് ഞാനിതിനെ എപ്പോഴും കീപ്പ് ചെയ്യും. തീർച്ചയായിട്ടും കാഴ്ചയില്ലായ്മ 2016 ഭിന്നശേഷി അവകാശ നിയമപ്രകാരം പറഞ്ഞിട്ടുള്ള 21 ഡിസേബിലിറ്റികളിൽ ഒന്നാണ്. അപ്പോൾ ഈ നിയമം കാഴ്ചയില്ലാത്തവരെ എങ്ങനെയാണ് കാണുന്നതെന്നും അവരുടെ യഥാർത്ഥ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നും വേഗത്തിൽ നോക്കാം. ഒന്നാമതായി, എന്താണ് കാഴ്ചയില്ലായ്മ? സിമ്പിളായി പറഞ്ഞാൽ
കാഴ്ചയില്ലായ്മ എന്നത് ഒരാൾക്ക് പൂർണ്ണമായും കാണാനാവാതെയോ കണ്ണടയോ ചികിത്സയോ നൽകിയിട്ടും വളരെ കുറച്ചു മാത്രമേ കാണാനാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ്. ചിലർക്ക് വെളിച്ചമോ നിഴലുകളോ മാത്രമേ കാണാനാകൂ, മറ്റു ചിലർക്ക് ഒന്നും തന്നെ കാണാനാകില്ല. ഇതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോ ഗ്ലോക്കോമ പോലെ കണ്ണിനകത്തെ പ്രഷർ കൂടുന്നതാവാം, അല്ലെങ്കിൽ തിമിരം വരുന്നതുകൊണ്ടാവാം. ചിലപ്പോ പ്രമേഹം കണ്ണിന്റെ ഞരമ്പുകളെ ബാധിക്കുന്നതും ഒരു കാരണമാകാറുണ്ട്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരിക്കുള്ള വെല്ലുവിളി കാഴ്ചയുടെ കുറവ് മാത്രമല്ല, അതിനനുസരിച്ച് മാറാത്ത നമ്മുടെ ചുറ്റുപാടുകളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന നടപ്പാതയിലെ ഒരു ചെറിയ തടസ്സം പോലും അവർക്ക് വലിയൊരു അപകടമായേക്കാം. അതുപോലെ വിവരങ്ങൾ കിട്ടാനും നല്ല വിദ്യാഭ്യാസം നേടാനും ഒരു ജോലി കണ്ടെത്താനും അവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇത് അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ കാരണമാകും. എന്നാൽ കാഴ്ചയില്ലായ്മ അനുഭവിക്കുന്നവർ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന സ്പർശനാധിഷ്ഠിത ലിപിയാണ് ബ്രെയിൽ ലിപി. ഇന്ന് നമുക്ക് ഒരുപാട് ടെക്നോളജിയുണ്ട്. സേഫായി നടക്കാൻ വഴികാട്ടുന്ന വൈറ്റ് കെയിൻ, ഫോണിലെ എഴുത്തുകൾ ഉറക്കെ വായിച്ചു തരുന്ന സ്ക്രീൻ റീഡറുകൾ, അങ്ങനെ പലതും. പക്ഷേ ടെക്നോളജി മാത്രം പോരല്ലോ. അവസാനമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആരാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നത് ഒരു മര്യാദയാണ്. പിന്നെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നത്, അതുപോലെ മറ്റു കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഓർക്കുക, നമ്മൾ സഹതാപമല്ല കാണിക്കേണ്ടത്, ബഹുമാനവും തുല്യ അവസരങ്ങളുമാണ് നൽകേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, വിവേചനമില്ലാത്ത സമത്വപരമായ പെരുമാറ്റം എന്ന സാമൂഹിക അന്തരീക്ഷം ഉറപ്പാക്കുമ്പോഴാണ് നമ്മുടെ സമൂഹം ശരിക്കും മുന്നോട്ടു പോകുന്നത്.